ഒന്നാമത്തെ ചോദ്യം, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം PN പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, പ്രാചീന കവിത്രയങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കവികൾ ആരൊക്കെ? ഉത്തരം എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. മൂന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് ആര്? ശരിയുത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നാലാമത്തെ ചോദ്യം, വിപ്ലവ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. അഞ്ചാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, എൻ മകജെ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം അംബികാസുധൻ മാങ്ങാട്. അടുത്ത ചോദ്യം, ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാകവി ആര്? ശരി ഉത്തരം വള്ളത്തോൾ. അടുത്ത ചോദ്യം, ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. പത്താമത്തെ ചോദ്യം, ആരുടെ ചരമദിനമാണ് വായനാ വാരമായി ആചരിക്കുന്നത്? ശരി ഉത്തരം PN പണിക്കർ. ചോദ്യം നമ്പർ 11, മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ശരി ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. 12ാമത്തെ ചോദ്യം, ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആര്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. ചോദ്യം നമ്പർ 13, ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 14ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലതയുടെ കർത്താവ് ആര്? ഉത്തരം അപ്പു നെടുങ്ങാടി. 15ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ശരി ഉത്തരം ഇന്ദുലേഖ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം O ചന്തുമേനോൻ. 17ാമത്തെ ചോദ്യം, ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ബെന്യാമിൻ. 18ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപ്പൂവ്. 19ാമത്തെ ചോദ്യം, 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ശരി ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 20ാമത്തെ ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന കൃതി ആരുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം പഴശ്ശിരാജ. അടുത്ത ചോദ്യം,
ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം നമ്പർ 23. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ചോദ്യം, സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരി ഉത്തരം PK നാരായണപിള്ള. അവസാന ചോദ്യം, പാറപ്പുറത്ത് എന്നത് ആരുടെ തൂലികാനാമമാണ്? ശരിയായ ഉത്തരം KE മത്തായി.